ഒരു മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ദേഷ്യവും സങ്കടവും ജ്വലിക്കുന്ന മനസ്സോടെ കാറ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കുതിച്ചു. തടയാനായി രാജീവ് മേനോൻ ഓടിയെത്തിയെങ്കിലും അയാളുടെ ശ്രമങ്ങളെല്ലാം തന്നെ വിഫലമാക്കിക്കൊണ്ട് കാറിൻ്റെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് പാഞ്ഞു. പിന്നിൽ പൊടിപടലങ്ങൾക്കിടയിൽ നിസ്സഹായായി നിൽക്കുന്ന കുടുംബാംഗങ്ങളെ മാത്രം ബാക്കിയായി. ആ നിമിഷം വരെ ഉണ്ടായിരുന്ന നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് വൈജയന്തിയുടെ മുഖത്ത് പെട്ടെന്നൊരു പരിഭ്രാന്തി പടർന്നു. അവരുടെ ഉള്ളിൽ ഒരു തീ ആളിക്കത്തി. ഈശ്വര, കൃഷ്ണമോൾ ആ വണ്ടിയിലകത്താണ്. വൈജയന്തിയുടെ ശബ്ദം വിറച്ചു. അവൾ ഓടിച്ചെന്ന് രാജീവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, രാജീവേട്ട, കൃഷ്ണമോൾ അതിൻ്റെ അകത്തുണ്ട്. അവൾ അങ്ങനെ പോയാലൊന്നും ശരിയാവില്ല. നിങ്ങളൊന്ന് വേഗം പോയി നോക്ക്. എന്നാൽ രാജീവ മേനോൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അയാൾ അലസമായി ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? അവൾ അവിടെ അച്ഛൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്. അയാൾ ഏതായാലും അവളെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. എന്നാലും വൈജയന്തിക്ക് സമാധാനം കിട്ടിയില്ല. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ രോഹിത്തും ഹരിയും റോഡിലേക്ക് ഓടി. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഓടി നോക്കിയാലും ബാലചന്ദ്രൻ്റെ കാറിൻ്റെ പൊടി പോലും കാണാനായില്ല. അവർ നിരാശയോടെ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവിടെ ഒന്നും കാണാനില്ല, വണ്ടി പോയിരിക്കുന്നു, രോഹിത് പറഞ്ഞു. രാജീവ് അപ്പോഴും യാതൊരുവിധ കൂസലുമില്ലാതെ, നീ പേടിക്കേണ്ട വൈജയന്തി, അയാൾ ഇപ്പോൾ തന്നെ ആ അലീനെ തിരികെ വിളിച്ചുകൊണ്ട് വരാനായിരിക്കും പോയത്. പക്ഷേ അവളെ ഇനി കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. അപമാനം സഹിക്കാതെ അവൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. കുറച്ചു നേരം കറങ്ങിയിട്ട് ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. എങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ രാജീവ് എല്ലാവർക്കുമായിട്ടൊരു നിർദ്ദേശം നൽകി. ഇനി അഥവാ പോയിട്ട് അലീനെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അവളെ ഈ ഗേറ്റിന് ഇപ്പുറത്തേക്ക് കടത്തരുത്. അവിടെ വെച്ച് തന്നെ അങ്ങ് തടയണം. ഇനിയിപ്പോൾ നാട്ടുകാർ കണ്ടാലും കുഴപ്പമില്ല. സ്വന്തം ഭാര്യയെ ഇറക്കി വിട്ടിട്ട് വേലക്കാരെ ഈ വീട്ടിൽ കയറ്റാൻ ആരും സമ്മതിക്കരുത്. അതാണ് നമ്മുടെ നിലപാട്. ഈ സമയത്ത് തന്നെ റോഡിലൂടെ ബാലചന്ദ്രൻ കാർ വായുവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിൽ അച്ഛൻ്റെ മൗനവും വേഗതയും കണ്ട് ഭയന്ന് വിറിച്ച് കൃഷ്ണമോളിരുന്നു. ഒടുവിൽ ധൈര്യം സംഭരിച്ചുകൊണ്ടതിനെ അവൾ ചോദിച്ചു, അച്ഛാ, ഇതെങ്ങോട്ടായി പോകുന്നത്? നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം അച്ഛാ, പ്ലീസ്. കാറ് മുന്നോട്ട് കുതിക്കുന്തോറും ബാലചന്ദ്രൻ്റെ മുഖത്തെ മുറുക്കം കൂടി വന്നു. കൃഷ്ണമോള് വീണ്ടും കരച്ചിലിൻ്റെ വക്കിലെത്തി പറഞ്ഞു, അച്ഛന് വയ്യാത്തതല്ലേ അച്ഛാ, നമുക്ക് തിരിച്ചു പോവാം. പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ കാറിൻ്റെ വേഗത കുറച്ചു. അവളോട് ചോദിച്ചു, എന്താ, നിനക്കിറങ്ങണോ? അവൾ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു, എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടല്ല അച്ഛാ, ഞാൻ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് പറഞ്ഞതാണെന്ന് പറയും. ബാലചന്ദ്രൻ്റെ സ്വരം കടുത്തു. ആ വീട്ടിൽ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ? ഇല്ലല്ലോ. കൃഷ്ണമോള് സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, ഞാൻ അതിനൊന്നും നിന്നില്ല, ഞാൻ മാറി നിൽക്കുമായിരുന്നു. ബാലചന്ദ്രൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. അയാളുടെ വാക്കുകൾ ഒരു ചാട്ടവാറടി പോലെയായിരുന്നു. എടി, കൺമുന്നിൽ ഒരു അനീതി നടക്കുമ്പോൾ അതിലിടപെടാതെ ആരോടും ഒന്നും പറയാതെ മാറി നിൽക്കുന്നതും ആ തെറ്റിന് കൂട്ടുനിൽക്കുന്നതും ഒരുപോലെ തന്നെ തെറ്റാണ്. നിന്നെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ട് സ്നേഹിച്ചതല്ലേ അലീന? ഈ ചോദ്യത്തിനു മുന്നിൽ കൃഷ്ണമോൾക്ക് ഉത്തരമില്ലായിരുന്നു. കുറ്റബോധം കൊണ്ട് അവൾ തല കുനിച്ചു നിന്നു. കാറ് ചെന്നെത്തുന്നത് ഒരു ബസ് സ്റ്റോപ്പിലായിരുന്നു. അവിടെ തനിച്ചായപ്പോയതിൻ്റെ വേദനയും അപമാനവും പേറി അലീന ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും ബാലചന്ദ്രൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു. അയാൾ കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു. വന്ന് വണ്ടിയിൽ കയറ്. ബാലചന്ദ്രൻ സ്നേഹത്തോടെയും എന്നാൽ അധികാരത്തോടെയും പറഞ്ഞു. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ തലയാട്ടി, ഇല്ല സർ, ഞാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല സർ. ബാലചന്ദ്രൻ വിട്ടില്ല. വന്ന് വണ്ടിയിൽ കയറാനാ നിന്നോട് പറഞ്ഞത്. ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു വന്നാൽ ശരിയാവില്ല സർ, ഞാൻ വരില്ല, അലീന ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ബാലചന്ദ്രൻ ചുറ്റും നോക്കി. ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അയാൾ ശബ്ദം താഴ്ത്തി ഞാൻ നിന്നെ പിടിച്ചു വലിച്ചു വണ്ടിയിൽ കയറ്റും. അത് ആൾക്കാരെല്ലാം തന്നെ കാണും. വെറുതെ ഇവിടെ ഒരു സീനുണ്ടാക്കണോ? ബാലചന്ദ്രൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സോടു കൂടെ തന്നെ അലീന കാറിൽ കയറി. ഇത് കണ്ട് അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും അലീന പിൻസീറ്റിൽ തന്നെ വന്നിരുന്നു. അലീനയുടെ ബാഗുകൾ ബാലചന്ദ്രനെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ചു. കാറ് വീണ്ടും മുന്നോട്ട് നീങ്ങി. ഈ സമയം വീട്ടിൽ അലീനയെ പുറത്താക്കിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു രാജീവനും കൂട്ടരും. മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഉച്ചഭക്ഷണവുമായി ബബിത കടന്നു ചെന്നി. സമയം ഉച്ച കഴിഞ്ഞ് 2 മണിയോടു. എടി, ഇപ്പോഴാണോടി ചോറ് കൊണ്ടുവരുന്നത്? അലീന എന്തേ? മുത്തശ്ശി ചോദിച്ചു. ബബിത പുച്ഛത്തോടെ പറഞ്ഞു, അതിന് ഈ വീട്ടിൽ ആരും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ അലീന, അവൾ ഇവിടെ ഇല്ല, അവൾ പോയി. അത് കേട്ടപ്പോൾ മുത്തശ്ശി ഒന്ന് ഞെട്ടിപ്പോയി. എന്ത്, അവൾ പോയെന്നോ? രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ബബിത നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. ആ, അവൾ ഇവിടെ നിന്ന് പോയി. ഇപ്പോൾ അവളിവിടെ ഇല്ല. അവളെ ഞങ്ങൾ ആ ഡൈനിങ് ടേബിൾ തൊട്ട് വലിച്ചഴിച്ച് റോഡിലേക്ക് തള്ളി ബാഗും വലിച്ചെറിഞ്ഞ് ഞങ്ങൾ കൊടുത്തു. എന്നാൽ ബബിതയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിനെ മുത്തശ്ശി വിറച്ചുപോയി. ഇതൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞില്ല. അന്നേരം ബബിത പറഞ്ഞത്, ആ, അച്ഛൻ പിന്നെ അറിഞ്ഞു. അച്ഛൻ വണ്ടിയെടുത്ത് പിന്നാലെ പോയിട്ടുണ്ട്. അന്നേരം ഇത് കേട്ട് മുത്തശ്ശി അവർക്ക് മുന്നറിയിപ്പ് നൽകി. ബാലചന്ദ്രൻ അറിയാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല.
അവളെ അവൻ തിരികെ കൊണ്ടുവരും. ബബിത ധിക്കാരത്തോടെ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന അമ്മ ചൂലെടുത്ത് അവളെ ഇവിടെ നിന്നും മാട്ടിയിറക്കും. അച്ഛനെ നേരിടാൻ രാജീവ് അങ്കിളും രോഹിത്തും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ ഞങ്ങളുടെ ദേഹത്തെങ്ങാനും കൈവച്ച ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കും. ബബിതയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശി പുച്ഛത്തോടെ ചിരിച്ചു. താഴെ ഹാളിൽ രാജീവനും ഹരിയും കമലയും വിജയഭാവത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ശത്രു ആയുധം വെച്ച് കീഴടങ്ങിയത് കൊണ്ട് വലിയ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല എന്ന് രാജീവൻ വീമ്പിളക്കി. കമല പറഞ്ഞു, അവളുടെ കർണത്വം കൊടുക്കണമായിരുന്നു. രാജീവ് തിരുത്തി, അത് പാടില്ല. ആരെങ്കിലും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ എങ്ങാനും ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളാകെ പെടും. അതുകൊണ്ട് എന്തായാലും നമ്മുടെ കാര്യം സാധിച്ചല്ലോ. എന്നാൽ ബാലചന്ദ്രൻ അവളെ ഇനി തിരികെ കൊണ്ടുവരുമോ എന്ന് ചെറിയൊരു ഭയം അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. രാജീവ് കമലമ്മക്ക് ഉറപ്പു നൽകി. ബാലചന്ദ്രൻ ഇതേ സമയത്തിന് കാർ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ വഴിയൊന്നും ആയിരുന്നില്ല. വിജനമായ കാട് പോലെയുള്ള പ്രദേശത്തോട് കാറ് സഞ്ചരിച്ചു കൊണ്ടുപോകുമ്പോൾ കൃഷ്ണമോള് ഭയന്നു. ഇതെങ്ങോട്ടേക്കാച്ചാ നമ്മൾ ഈ പോകുന്നത്? ഇത് വീട്ടിലേക്കുള്ള വഴിയൊന്നും അല്ലല്ലോ. ബാലചന്ദ്രൻ മറുപടി പറഞ്ഞില്ല. ഒടുവിൽ കാറ് ചെന്നെത്തിയത് മനോഹരമായ ഒരു റിസോർട്ടിലേക്കായിരുന്നു. ഇവിടെ വരെയുള്ളൂ, ഇറങ്ങിക്കോ, ബാലചന്ദ്രൻ പറഞ്ഞു. അവർ റിസോർട്ടിൻ്റെ റിസപ്ഷനിലെത്തി. റൂം എടുക്കാനായി ഫോം പൂരിപ്പിക്കാൻ തുടങ്ങി. ഗസ്റ്റിൻ്റെ പേരെഴുതുന്ന കോളത്തിൽ ബാലചന്ദ്രൻ്റെ പേരെഴുതി. കൃഷ്ണ ബാലചന്ദ്രൻ. കൃഷ്ണ എന്നെഴുതിയിട്ട് ഡോക്ടർ എന്നെഴുതും. അത് കഴിഞ്ഞ് അലീന ബാലചന്ദ്രൻ എന്നെഴുതും. അലീന ഡോക്ടർ എന്നെഴുതാണ്. എന്നാൽ ആ ഒരു പേര് കണ്ടതോടുകൂടി തന്നെ കൃഷ്ണമോൾ അമ്പരന്ന് പോയി. അലീന ബാലചന്ദ്രൻ. അവൾ അവിശ്വസനീയതയോടെ അലീനയും അച്ഛനെയും മാറി മാറി നോക്കി. ശരിക്കും എന്ന് കൃഷ്ണമോള് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ കൂസലില്ലാതെ ചോദിക്കുന്നുണ്ട്, എന്താ, എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ കൃഷ്ണമോൾക്ക് കാര്യം മനസ്സിലാവാണ്. റൂമിലെത്തി സാധനങ്ങളെല്ലാം വെച്ചതിന് ശേഷം ബാലചന്ദ്രൻ അലീനയോട് സംസാരിച്ചു. പകൽ നടന്ന സംഭവങ്ങളെല്ലാം അവൾ വല്ലാതെ തളർത്തിയിരുന്നു. രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നു കളയാൻ ഞാൻ പറഞ്ഞത്. അത് നടക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അതൊക്കെ ചുരുട്ടിക്കൂട്ടി മനസ്സിൻ്റെ ഒരു കോണിൽ അങ്ങ് വെച്ചേക്കാം. ബാലചന്ദ്രൻ ആശ്വാസവാക്കുകൾ പറഞ്ഞു. തുടർന്ന് അയാൾ കൂട്ടിച്ചേർത്തു, ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ഈ നിലയിലാവാൻ കാരണം നീയും കൂടിയാണ്. ബാലചന്ദ്രൻ്റെ ആ വാക്കുകൾക്ക് വലിയൊരു അർത്ഥമുണ്ടായിരുന്നു. അത് അലീനയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അടുത്ത ദിവസം പ്രഭാതം പുതിയൊരു തുടക്കമായിരുന്നു. ബാലചന്ദ്രൻ കൃഷ്ണമോളോട് മനസ്സ് തുറന്നു. ഞാനൊരു മനുഷ്യനാണ് മോളെ, അല്ലാതെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മെഷീനൊന്നുമല്ല. അച്ഛൻ്റെ നിസ്സഹായതയും സ്നേഹവും കണ്ട കൃഷ്ണമോള് പൊട്ടിക്കരഞ്ഞു. എനിക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയി ഉറക്കെ ഒന്ന് കരയണം അച്ഛാ, കൃഷ്ണമോള് വിതുമ്പി. ബാലചന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പിന്നീട് അലീനയ്ക്ക് നേരെ തിരിഞ്ഞ് ബാലചന്ദ്രൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം വെളിപ്പെടുത്തി. മോളെ, എനിക്ക് പിറക്കേണ്ടിയിരുന്ന ആദ്യത്തെ മകൾ അത് നീയായിരുന്നു. ആ വാക്ക് കേട്ട് അലീന ആകെ സ്തംഭിച്ചു പോയി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീനീർ ധാരധാരയായി ഒഴുകി. ഇത്രയും നാൾ താൻ അനുഭവിച്ച അവഗണനകൾക്കും വേദനകൾക്കുമുള്ള മറുപടിയായിരുന്നു ആ വാക്കുകൾ. അതേസമയം വീട്ടിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിരുന്നു. രാജീവ് മേനോൻ ടെൻഷൻ അടിച്ച് നടക്കുന്നു. മനു പരിഹാസത്തോടെ പറഞ്ഞു, അങ്കിൾ, കൊച്ചച്ഛൻ ഇപ്പോൾ തന്നെ വലിയൊരു ക്രൈം ചെയ്തു. ഇനി കൊച്ചച്ഛൻ എന്തായാലും റിട്ടേൺ ടിക്കറ്റ് കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല. രാത്രിയായിട്ടും അവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തതുകൊണ്ട് തന്നെ വൈജയന്തി ആകെ തകർന്നു പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.